പ്രിയമുള്ളവരെ, കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രം അഭിമാന പുരസ്സരം ആരംഭിക്കുന്ന KVK കാസർഗോഡ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെക്കാലമായി കാസർഗോഡ് ജില്ലയിലെ കർഷകരുടെ വലം കൈയായി നിലകൊള്ളുന്ന ഈ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന് ഒരുപാട് കഥകൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരുപാട് കാർഷിക സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കാനുണ്ട്. ഇവയൊക്കെ സാധ്യമാക്കാനാണ് ഞങ്ങൾ ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും കൂടെ ഉണ്ടാവണേ. എല്ലാ ജില്ലകളിലും കൃഷിവിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് കാർഷിക ഗവേഷണ മേഖലയിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം അഥവാ CPCRIയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന വസ്തുതയാണ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ CPCRIയിലെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഡോക്ടർ K. ബാലചന്ദ്ര ഹെബ്ബാർ അവരുടെ ആശംസകളോടെ നമുക്ക് ഈ ചാനൽ ആരംഭിക്കാം. ICR CPCRI KVK is starting a YouTube channel. It is very important because I think a lot of farmers are visiting and they are getting some knowledge, but at the same time they may not be getting all the details, and a lot of the farming community they may not be able to visit the KVK, and there are a lot of innovations are available, be it in coconut, arecanut, or any other field related crops or animals, fisheries, all these aspects. A lot of knowledge is there that needs to be disseminated. I think YouTube is one of the best medium, and now KVK is starting this one, and I'm sure that this farming community will get all this benefit, and that whatever that knowledge otherwise they are looking for, I think it is easily accessible to them, and I wish ICR CPCRI KVK all the very best. I think lot farmers should approach this one, access this knowledge, and they should get the benefit. All the very best. CPCRIയിലെ സോഷ്യൽ സയൻസ് വിഭാഗത്തിൻ്റെ കീഴിലാണ് കൃഷിവിജ്ഞാന കേന്ദ്രം. വിഭാഗം മേധാവി ഡോക്ടർ K. പൊന്നുസ്വാമി അവർ ആശംസകൾ അർപ്പിക്കുന്നു. ICR KVK Kasaragod YouTube video, definitely very good initiative of KVK Kasaragod. It will serve the people of this district in enriching the knowledge and the skill of all the farming communities and other stakeholders. Definitely this will be a roadmap for all the people to enhance the adoption of farm technology. CPCRIയിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ വടക്കോട്ട് ഹൈവേയോട് ചേർന്നാണ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ കെട്ടിടം. കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുമായി ഈ വീഥി കടന്നുവന്ന് കാർഷിക മേഖലയിൽ സാമ്പത്തിക ഭദ്രതയും സ്വയം പര്യാപ്തതയും കൈവരിച്ച എത്രയെത്ര പേരുടെ വിജയഗാഥകൾ നമുക്ക് പങ്കിടാനുണ്ടെന്നോ? അവയെല്ലാം വരും എപ്പിസോഡുകളിൽ വിശദമായി പ്രതിപാദിക്കാം. 1998 കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. അന്നു തൊട്ട് ഇന്നോളം ഇവിടുത്തെ കർഷകർക്ക് അവരുടെ മറ്റൊരു വീട് തന്നെയാണ് ഈ KVK. അവരുടെ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ഒരു കൂട്ടം സബ്ജക്റ്റ് മാറ്റർ സ്പെഷ്യലിസ്റ്റുകൾ ഇവിടെ ഒരു കുടുംബം പോലെ സന്തോഷത്തോടെ കഴിയുന്നു. കൃഷിവിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ TS മനോജ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവർ വിവിധ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഭക്ഷ്യ സംസ്കരണം അഥവാ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രിഷൻ വിഭാഗത്തിൽ ഡോക്ടർ സരിത ഹെഗ്ഡെ, ഡോക്ടർ നീലോഫർ ഇല്യാസ്കുട്ടി എന്നിവർ ധാരാളം സംരംഭകരെ വാർത്തെടുക്കുന്നു. ഹോർട്ടിക്കൾച്ചർ വിഭാഗം ഡോക്ടർ ബെഞ്ചമിൻ മാത്യുവും അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ വിഭാഗം ഡോക്ടർ MP ജയശ്രീയും കൈകാര്യം ചെയ്യുന്നു. സസ്യസംരക്ഷണ വിഭാഗം ശ്രീ ദിനേശ് കുമാർ യാദവ്, മൃഗപരിപാലന വിഭാഗം ഡോക്ടർ രാമാവത് പാണ്ഡു, അഗ്രോണമി വിഭാഗം ശ്രീ കിരൺമോയ് പാത്ര എന്നിവർ കൈകാര്യം ചെയ്യുന്നു. ഇവർക്ക് പുറമെ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ പ്രിയ സാരഥി ശ്രീ ലാഗേഷ് KP, ഇവിടുത്തെ ഫയലുകളുടെ കൂട്ടുകാരൻ
ശ്രീ മഞ്ജുനാഥ് ഷെട്ടി, സ്നേഹത്തിൻ്റെ ആൾരൂപമായ ഞങ്ങളുടെ പ്രേമക്ക, കൂട്ടുകാരി സരിത, ശ്രീ കുറകപ്പ ഗെട്ടി എന്നിവരും ഇടയ്ക്ക് ആ പഴയ ചായമധുരം വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം നായക്കേട്ടനും അടങ്ങുന്നതാണ് ഈ KVK കുടുംബം. ഇനി നമുക്ക് KVKയുടെ ചുറ്റുവട്ടത്തേക്ക് ഒന്നിറങ്ങിയാലോ. ഇതാണ് പോസ്റ്റ് ഹാർവസ്റ്റ് പ്രോസസ്സിംഗ് ആൻഡ് ന്യൂട്രീഷൻ ലബോറട്ടറി. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഇവിടെ നിന്നും ചിറക് വിരിച്ച് പറന്നുയർന്ന സംരംഭകർ ഒരുപാട് പേരുണ്ട്. ഇവരെ ഓരോരുത്തരെയും വരും എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായി പരിചയപ്പെടാം. ഈ പ്രോസസ്സിംഗ് യൂണിറ്റിനോട് ചേർന്നാണ് KVKയുടെ പുതിയ കെട്ടിടത്തിനുള്ള തറക്കല്ലിട്ടിരിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങളോടെ കൂടുതൽ പേർക്ക് പരിശീലനങ്ങൾ നൽകാനാവും വിധം KVK താമസിയാതെ സജ്ജമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ തൽക്കാലം ഇവിടുത്തെ സെമിനാർ ഹാളിലാണ് കർഷകർക്കായുള്ള പരിശീലന പരിപാടികൾ നടത്തിവരുന്നത്. പരിശീലന പരിപാടികളോടൊപ്പം തന്നെ കൃഷിയുടെ പരീക്ഷണങ്ങളും മുൻനിര പ്രദർശന തോട്ടങ്ങളും കർഷകരുടെ കൃഷിയിടങ്ങളിൽ തന്നെ നടത്തുക എന്നതും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ മുഖ്യധാരാ ലക്ഷ്യങ്ങളാണ്. തെങ്ങാണ് ഇവിടുത്തെ പ്രധാന തോട്ടവിള. തെങ്ങുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പരിശീലനങ്ങളും, ഉദാഹരണത്തിന് കാലിക പ്രാധാന്യമുള്ള യന്ത്രവൽകൃത തെങ്ങുകയറ്റം, തെങ്ങധിഷ്ഠിതമായുള്ള സമ്മിശ്ര കൃഷി രീതികൾ, നാളികേരം കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മുല്ലക്കൃഷി പോലുള്ള ഇതര കൃഷി രീതികൾ എന്നിങ്ങനെ എണ്ണമറ്റ വിഷയങ്ങളിൽ ഇവിടെ പരിശീലനം ലഭ്യമാണ്. ഇവയുടെയൊക്കെ മാതൃകാ യൂണിറ്റുകൾ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിലനിർത്തിയിട്ടുമുണ്ട്. ഫലങ്ങളുടെ വിപണിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായി ഡ്രാഗൺ ഫ്രൂട്ട് പോലുള്ള ധാരാളം ഫലങ്ങളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാർഷിക യന്ത്രവൽക്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അറിവ് യുവതലമുറയിലേക്ക് പകരാൻ സദാ ജാഗരൂകമാണ് ഈ KVK. ദേ നോക്കൂ, മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന കീടങ്ങളെ കൊത്തിപ്പെറുക്കാൻ ആ പറവകൾ പിന്നാലെ കൂടുന്നത് കണ്ടില്ലേ? സംയോജിത കീടനിയന്ത്രണം എന്ന തലക്കെട്ടോടെ നമ്മൾ പകരുന്ന പാഠങ്ങൾ അവ പറയാതെ പറഞ്ഞു കാണിച്ചു തരികയാണ് നമുക്ക്. പയറുവിളകൾ കൊണ്ട് മണ്ണിനെ പച്ച പുതപ്പിച്ചും വീണ്ടും അവയെ ഉഴുത് മണ്ണിലോട്ട് തന്നെ ചേർത്തും നടത്തുന്ന മണ്ണു സംരക്ഷണ രീതികളും ഇവിടെ കാണാം. ഇതുവഴി 1 ഹെക്ടർ മണ്ണിൽ 50 മുതൽ 100 കിലോഗ്രാം വരെ നൈട്രജൻ വർദ്ധിപ്പിക്കാനാവും. അത്യുൽപാദന ശേഷിയുള്ള തീറ്റപ്പുല്ലിനങ്ങളും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ലഭ്യതയ്ക്കനുസരിച്ചുള്ള വിവിധ വിളകളുടെ തൈകൾ ഇവിടെ വിൽക്കപ്പെടാറുണ്ട്. തൈകൾ ഒരുക്കാനായി ഇവിടെ ഒരു റെയിൻ ഷെൽട്ടറും സ്ഥാപിച്ചിരിക്കുന്നു. നാച്ചുറൽ ഫാമിംഗ് അഥവാ പ്രകൃതി കൃഷി രീതിയുടെ ഡെമോൺസ്ട്രേഷൻ യൂണിറ്റുകളും KVKയിലുണ്ട്. വളങ്ങളെല്ലാം യഥാക്രമം സസ്യങ്ങളിലേക്ക് എത്തിക്കാനായി ഫെർട്ടിഗേഷൻ യൂണിറ്റ് പോലുള്ള സാങ്കേതിക വിദ്യകളും ഇവിടെ ഉപയോഗിക്കുന്നു. ഇനി ഇവിടെയുള്ള മറ്റു ജീവജാലങ്ങളെ കാണണ്ടേ? ഇതാ ഞങ്ങളുടെ നവജാത ശിശു. വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ അഥവാ ബാക്ക്യാർഡ് പോൾട്രിക്ക് ചേർന്ന ഇവയെ KVKയിലെ ഇൻക്യുബേറ്ററിലാണ് വിരിയിച്ചെടുക്കുന്നത്. ഇതുകൂടാതെ തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ
പൂണ്ട് വിളയാടുന്ന ഒരു ഫ്രഷ് വാട്ടർ പിസിക്കൾച്ചർ ഡെമോൺസ്ട്രേഷൻ യൂണിറ്റും KVKയിലുണ്ട്. കൊറകപ്പ അണ്ണൻ്റെ ഒരു വിളിപ്പുറത്ത് അവയെല്ലാം ഓടിയെത്തും. കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഇനിയും ബഹുദൂരം കുതിക്കാനുണ്ട് ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്. കൂടെ ഉണ്ടാവണേ. ഈ കർട്ടൻ റേസർ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.